ഓക്കെ ഗൈസ്, നമ്മളെന്നെ ചെയ്യിക്കാം. ആ ബ്ലൂ കളർ കാർ സൂപ്പർ ആയിട്ടുണ്ട്. ആ മോൺസ്റ്റർ കാർ അത് തന്നെ ജയിക്കണേ. ബോവ് നമ്മളെ റെഡ് കളറാണ് നമ്മൾ ബോസിനെ കളർ. നീ അവരെ സപ്പോർട്ട് ചെയ്യും. ബോവ് ശരി നമുക്ക് ഇപ്പൊ തന്നെ അയ്യോ എങ്ങനെയെങ്കിലും അവനെ കടത്തണം. അവന്റെ വണ്ടി വെച്ചിട്ട് അയ്യോ താഴെ വീണാലോ. അവന്റെ വണ്ടി നോക്കിട്ട് പോയി നമ്മുടെ വണ്ടി താഴെ വീണാലോ. സ്പെഷ്യലാ ഇപ്പൊ തന്നെ പോ. അയ്യോ ഓക്കെ ഇവിടെ ഒന്നുണ്ട്. ഇവിടെ അവനെ ട്രാപ്പ് ചെയ്യാം നമുക്കിപ്പോ. അയ്യോ ഇപ്പൊ അത് ഇടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്യാം. അയ്യോ അവനെ ട്രാപ്പ് ചെയ്യാൻ നോക്കിട്ട് നമ്മൾ ട്രാപ്പായി. അയ്യോ അവൻ എങ്ങനെയെങ്കിലും നമുക്ക് വെട്ടിക്കണോ. നോക്കട്ടെ എങ്ങനെയാ കളിക്കുന്നതെന്ന്. അവൻ എങ്ങനെയായാലും നമ്മൾ വെറുതെ വിടരുത് കേട്ടോ. അയ്യോ ഈ മണ്ണ് വീടൊക്കെ ആരാ കെട്ടിവെച്ചെന്ന് ആലോചിക്കുന്നത്. അവരൊക്കെ ഒരു കയ്യിൽ കിട്ടിയവനെ അവർ വെറുതെ വിടത്തില്ല. ഓക്കെ നമ്മൾ വണ്ടി നോക്കിയാണ് ഇങ്ങനെ പോകുന്നതെന്ന്. കൂടുതൽ തന്നെ അവന്റെ വണ്ടി കുറച്ച് സ്പീഡിൽ തന്നെയാ പോകുന്നത്. പക്ഷെ അവൻ എങ്ങനെ താഴെയോ. ശരി അവൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്കിപ്പോ തന്നെ അവനെ ഫോളോ ചെയ്താണ് പോകണം. അയ്യോ നമ്മള് വണ്ടി കൊറേ സ്ഥലത്ത് ഇടിച്ചല്ലോ. എങ്ങനെയെങ്കിലും അയ്യോ കൊറേ സ്ഥലത്ത് ഇടിച്ച്. അപ്പേ ഇവിടെക്കല്ലേ അതോ അവന്റെ വണ്ടി ഇടിച്ച് നോക്കുമ്പോ ആ നേരെ നിന്ന് നമ്മളെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്ത് നോക്കിയിരുന്നേനെ. ശരി നമുക്കിപ്പോ തന്നെ പോവാം. ഓക്കെ കൊറേ മണ്ണ് വീടൊക്കെ ഉണ്ട്. ശരി ഇതിന്റെ നടുവിൽ പോവാം. അയ്യോ മണ്ണ് വീടുണ്ട്. അതാ വീട് നമ്മളെ വെട്ടിച്ചോയെ. അയ്യോ സിഞ്ചാനെ നമുക്ക് ജയിക്കാൻ പറ്റുമോ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ലവ്ലി ധൈര്യം വിടല്ലേ ലവ്ലി. നമ്മൾ ജയിക്കും. ശരിയാടാ ഞാൻ നോക്കട്ടെ. അയ്യോ നമ്മളവനെ വെട്ടിച്ചു. പക്ഷെ അവൻ നമ്മളെ വെട്ടിക്കാൻ നോക്കണം. അവൻ ഇടിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് ഇടിച്ച്. ഇനി ഇടിച്ചാ നമ്മൾ വണ്ടി എങ്ങനെയായാലും അത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇടിക്കുകയാണ്. ഇതൊക്കെ ചീറ്റിംഗ് ആണ്. വീണ്ടും ഇടിച്ചാ. ശരി എങ്ങനെയെങ്കിലും നമുക്ക് അവനെ തടഞ്ഞേ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റുള്ളൂ നമുക്ക്. ഓക്കെ അമ്മേ ഈ വെള്ളം പറ്റൂല. കാർപ്പത്തിന് പോവും. നമ്മൾ എലിമിനേറ്റായി. എങ്ങനെയാ അങ്ങനെ അവൻ എലിമിനേറ്റായി. നമ്മളിങ്ങനെ ജയിക്കണം. ഓക്കെ സ്പീഡിൽ പറ ബൂസ്റ്ററോണൊക്കെ. അയ്യോ ഇപ്പൊ തല്ലോണ്ട് താഴെ വീഴുമല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ. ഇത് പൊട്ടുമല്ലോ. അപ്പൊ എന്താ ചെയ്യാ. നമ്മളെ ഫ്യൂച്ചർ ബട്ടൺ നെക്കാറായി. നീ അങ്ങോട്ടല്ലേ നെക്കടാ. ഓക്കെ നമ്മള് പാരഷൂട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. മെല്ലെ തന്നെ ഇറങ്ങി. ഓക്കെ ഇത് നമ്മള് ഫിനിഷ് ലൈന് മുമ്പിലാണ്. നമുക്കിപ്പോ തന്നെ കിടക്കാം. യെസ് നമ്മളങ്ങനെ കടന്ന്. യെസ് ഗൈസ് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജയിച്ചിട്ടുണ്ട്. എങ്ങനെ മോനെ. ഓക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ കിട്ടി. അത് തിന്നാ. ഓക്കെ അതാ വന്നേക്കാണ്. ചുറ്റി കൊടുത്തത് നിന്നെ ഓർത്തു കൊടുത്തില്ലോ. എല്ലാം കൊണ്ട് ചീറ്റിങ് ചെയ്തത് ഞാൻ. ചീറ്റിങ് ചെയ്ത നീയാ ചീറ്റിങ് ചെയ്ത അല്ല. ഷിൻചാനാക്കി കാര്യം എല്ലാവർക്കും ആട്രാ. കളിക്കുക ശരി നമ്മളിപ്പോ ഇതെടുക്കാൻ പോണേ. ഇത് കാരണം ഇത് കാരണം കൊണ്ട് നമ്മൾ ജയിച്ചത് അല്ല ഷിൻചാനെ. അപ്പൊ ഷിൻചാനെ നീ കാരണം ഇഷ്ടപ്പെട്ടാ. ഓക്കെ നമുക്കിപ്പോ ഇവിടെ കാണുന്ന ഈ ട്രോഫി എടുക്കാം. ബിസ്ക്കറ്റ് തീരുന്നേയില്ല. ശരി നമുക്ക് ഈ ട്രോഫി എടുക്കേ. ഓക്കെ ഈ ട്രോഫി നമുക്ക് തന്നെ. ഇത് എനിക്ക് തന്നെ സ്വന്തം. ഇത് ഞാൻ തന്നെ സ്വന്തമാക്കി. ലവ്ലി ഇത് നടക്കൂല. ഒരിക്കലും നടക്കൂല. ഞാൻ തോറ്റില്ല. നീ തോറ്റാ. ശരി നമുക്ക് പോയി ലക്കി നീ വരുന്നില്ല. ഞാന് പിന്നെ വരാം. നിങ്ങൾ പോയിക്കോ. അടനായേ അതിനെ സെറ്റായി. അത് പിന്നാലെ വന്നു. അതിന് വഴിയൊക്കെ അറിയാം. ശരി അപ്പൊ നമുക്ക് പോയിട്ട് മുന്നോട്ട് നോക്കാം. സിനിമ പടം നമുക്ക് പെട്ടെന്ന് കയറിപ്പോ. ഓക്കെ നമ്മളപ്പോ ഇപ്പൊ തന്നെ പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ട്രോഫി ഒക്കെ കിട്ടിട്ട് നമ്മള് പോവാണ്. സ്പീഡിൽ പോടാ. വേറെ വണ്ടി സ്പീഡിൽ പോയി. ഇത് സ്പീഡിൽ പോയാൽ എനിക്ക് പ്രശ്നമാകണം. ഇരിക്കാൻ പറ്റും. അപ്പൊ നിനക്ക് പേടിയില്ല. അപ്പൊ ഞാൻ അതിന് വേണ്ടി സ്പീഡ് പോകും. സ്പീഡ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഓക്കെ ഗൈസ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തെ ബെല്ലും കൂടി പറഞ്ഞിട്ട് വിൽക്കട്ടെ. വാങ്ങോട്ട് വേണോ. അവൻ വെറുതെ എന്റെ ദേഷ്യത്തിൽ പുറത്തോട്ട് വന്നു. എന്റെ കാർ നശിപ്പിച്ചു. അങ്ങനെയുള്ളവനെ ഞാൻ എങ്ങനെ നശിപ്പിക്കും. പ്രായപ്പരെ വിളിക്കാം. പ്രായപ്പാ ഞാൻ എനിക്കൊരു ഫോട്ടോ അയച്ചു വാട്സാപ്പിൽ. ആ ഫോട്ടോ ഒക്കെ ഇട്ട് അവൻ ഇപ്പൊ തന്നെ പോയിട്ട് കൊല്ലിന്റെ റോഡി കൊണ്ട്
ഓക്കെ കൂട്ടുകാരോ, ഞാനിപ്പോ തന്നെ അവിടെ പോയിട്ട് കൊല്ലാം. അവൻ എന്റെ അടുത്ത് നിന്ന് ഒരിക്കലും രക്ഷപ്പെടൂല, അത് ഉറപ്പാണ്. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഇനി ഞാൻ തന്നെ ചെയ്തോളാം. അവൻ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടുകൂടെ എസ്കേപ്പ് ആവാൻ റിക്വസ്റ്റ് വരും. സിഞ്ചാനെ സിഞ്ചാനെ പോകലടാ, എന്നെ കൂട്ടിയിട്ട് പോടാ. സിഞ്ചാനെ ഞാനാണ് കോട്ട് ലൗലി. അതേ മകനെ, നിന്നൊരു ചീത്തവനാണ് നശിപ്പിച്ചത്. പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ അവനെ കൊന്നുകൊള്ളാം. പക്ഷെ നിന്നെ മറുപിറവി ഞാൻ അടുപ്പിക്കും. നിനക്ക് മറുപിറവി ഒന്നും പറഞ്ഞ ഒന്നുണ്ട്. പക്ഷെ നിന്റെ മറുപിറവി എടുക്കാൻ വേണ്ടിട്ട് നിന്റെ സമ്മതവും വേണം. പക്ഷെ നീ ഒരിക്കലും സമ്മതിക്കൂലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചു. നീ അതും അച്ചീത്തവന്റെ കാരണത്ത് കൊണ്ടാണ് നീ ചാവപ്പെട്ടത്. അത് നിന്നോടൊപ്പം ചെറിയ കുട്ടി. അതുകൊണ്ട് ഞാൻ നിനക്ക് മറുപിറവി തരാൻ പോവുകയാണ്. പക്ഷെ മറുപിറവി അങ്ങനെ മറുപിറവി അല്ല. ഞാൻ കൊടുക്കാൻ പോകുന്ന മറുപിറവി നിന്റെ ശരീരത്തോളം ഒരു മറുപിറവിയാണ്. അതിനു വേണ്ടിയിട്ട് നീ ഒരു ചാലഞ്ച് മാത്രം കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ നീ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ പിന്നെ യമലോകത്ത് പോകും. നീ എവിടെ നിന്ന് എപ്പോഴാണോ താഴെ വീഴുന്നത് അപ്പൊ തന്നെ നീ യമലോകത്തോട്ട് കടക്കുന്നതായിരിക്കും. അത് കുറച്ച് പടിക്കെട്ടൊക്കെ കടന്ന് പിന്നെ സ്വർഗവാസികൾ വരും. ആ സ്വർഗ കൊട്ടാരത്തിൽ നിന്ന് ഒരു പോർട്ടൽ ഉണ്ടാവും. ആ പോർട്ടൽ വഴിയാണ് നീ നിന്റെ ഉടലിലോട്ട് പോകാൻ പറ്റുക. അപ്പോ എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. നീ ഇപ്പൊ തന്നെ ഭൂമിയിലോട്ട് ചെല്ലൂ. അയ്യോ അമ്മേ, എങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കാണാൻ വേണ്ടിട്ട് എവിടെയോ കണ്ടുപോയാണ്. ഇതാണ് വഴി. പക്ഷെ ഈ സ്ഥലം എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ വീടല്ലേ? ഓ, നമ്മളിത് ഇതിന്റെ മേലെ കേറണമെന്നുള്ള സ്വപ്നത്തിൽ ഇങ്ങോട്ടേക്ക് പോവാം. അയ്യോ, എന്താണ് പോകാൻ പറ്റാത്ത? ശരി, അങ്ങോട്ടേക്കല്ല പോകാൻ പറ്റാതെ പോകും. നമുക്കിതാ ഈവിട്ട് പോവാം. അമ്മ പോകാൻ പറ്റുന്നത് എന്താ? അതൊന്നുമില്ല. നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഇങ്ങോട്ടെങ്കിൽ പോടാ. അമ്മയെ പോകാൻ പറ്റുന്നില്ല. ഇതെന്താണ്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നിന്ന് എങ്ങനെ പോകാൻ പറ്റുന്നത്? നിനക്കൂടെ അറിയാവോളാ എങ്ങനെ പോവാന്ന്? നീ കൂടെ ചെന്ന് പഠിക്കണം. കൂടെ പറഞ്ഞേ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ വഴി പോകാൻ പറ്റുമെന്ന് നീ മറന്നല്ല. എന്തായാലും നീ ഇതിനെ കുറിച്ച് അറിയാമോ നമുക്ക് കോഡിന്? അതുകൊണ്ട് എങ്ങനെ? അതും ശരിയാ, മറന്നേ. സോറി കേട്ടോ. വാ, നമുക്കിപ്പൊ തന്നെ പോകും ഇങ്ങോട്ടേക്ക്. വാടാ, നമ്മൾ നടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. വേറെ വൈക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് അതുവരെ മേലോട്ടേക്ക് കയറി വരാം. പെട്ടെന്ന് വാ. ഓക്കെ, സബളമോളെ മേലോട്ടേക്ക് കയറാണ്. നമ്മൾ തിരിച്ചും ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണിത്. ഈ പോരാട്ടം നമ്മൾ തോറ്റ പിന്നെ യമലോകത്തുള്ള ടിക്കറ്റ് ആയിരിക്കും സിദ്ധാനെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും ആളാൻ കൊടുവില്ല സിദ്ധാനെ. മെല്ലെ മേലോട്ടേക്ക് വന്നു. ഇവിടെ താഴത്തേക്ക് ഡേഞ്ചറാ. ശരി, നമുക്ക് ഇവിടെ മേലോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ മേലോട്ടേക്ക് തന്നെ പോകുന്നത്. നമ്മളിപ്പോ മേലെ എത്ര ഉയരം നോക്കട്ടെ? കൊറേ ഉയരമുണ്ട് കേട്ടോ. ശരി, എന്നപ്പോ നമുക്ക് അവിടെ വരെ പോവാം. വെല്ലെ പോവാം. ഓക്കെ, നമുക്ക് വെല്ലെ പോകും. ഇതുവരെ നീന്താ സംസാരിക്കാതൊന്നും പിന്നെ അത്രയ്ക്ക് മൈൻഡൊന്നുമില്ല. ശരി, എന്നപ്പോ നമുക്ക് വെല്ലെ തന്നെ പോവാം. പിന്നെ നമ്മളിപ്പോ യമലോകത്ത് പോകണ്ടെന്ന് വെച്ചാൽ എല്ലാം ലൈക്ക് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൂളില് നല്ല ഇവരാ ലീഡർ വന്നാല് ഒരു ഗുണ്ടേ ഒരു തലയോ നടക്കാൻ വയ്യ. ലൗലി എനിക്ക് വയ്യ നടക്കാൻ വേണ്ടിട്ട്. ഇനിയും കൊറേ ദൂരം ഉണ്ട് പോകാൻ വേണ്ടിട്ട്. ഇപ്പൊ തന്നെ മൂച്ചു കുത്തുന്നല്ലോ. ശരി, വാ, നമുക്ക് നല്ല തന്നെ പോവാം. ഓക്കെ, നല്ലത്. അയ്യോ, എന്താണ് വഴക്കിടുന്നല്ലോ? അയ്യോ, ഷിഞ്ചാനെ രക്ഷപ്പെട്ട്. ഷിഞ്ചാനെ വാ, എന്നാലും കേൾപ്പോ എന്താ കളിക്കുന്ന മെല്ലെ വാടാ. ഇല്ലയോ മെല്ലെ വാ. ഓക്കെ, നമ്മളെങ്ങനെ നല്ല പോകുന്നുണ്ട് കേട്ടാ.
അതിന് മുട്ടായി ഇടാ ഞാൻ വിചാരിക്കുന്നതൊക്കെ കാണുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇഷ്ടമാണ് എനർജി കിട്ടാൻ വേണ്ടിട്ട് ഇത് തിന്നതാ. സൂപ്പറാണ് കേട്ടോ. ഷിൻജാൻ കൊടുക്കട്ടെ. എനിക്ക് കുറെ മുട്ടായി ഉണ്ട്, ഞാൻ ഷിൻജാൻ കൊടുക്കൂല. അയ്യോ മടുത്തു വന്നു. നമ്മുടെ സൈക്കിൾ ഉണ്ട് ഷിൻജാൻ, അതുകൊണ്ടാണ് തള്ളി വിടൂ. ഓക്കെ ഇറങ്ങടാ. ഓക്കെ ഞാനിപ്പോ വേറെ സൈക്കിൾ എടുത്ത് പോന്ന ഇനി കുറേ ദൂരം പോകാണ്ട്. ശരി നമുക്കിവിടുന്ന് ആ റെഡ്, എനിക്ക് എപ്പോഴും റെഡ് കളറാണ് ഇഷ്ടം. നമുക്ക് റെഡ് തന്നെ എടുത്തോളാം. ഒക്കെ എടുക്കും. ഇവിടുന്ന് ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതിനൊന്നും നല്ലത്. ഇല്ലെങ്കിൽ ഷിൻജാനും എൻ്റെ കയറിയനെ സിനിമയോട്ട് കയറി. ഓക്കെ ഇതെടുത്തിട്ട് ഇതുപോലെ കയറുവാ, നല്ല മുറുക്കിട്ട് കയറ്റാ. അയ്യോ കേറ്റ് ആ സ്റ്റെപ്പിനെടുത്ത് പോകാ. അയ്യോ എന്താ സ്റ്റെപ്പിനെടുത്ത് പോയിട്ട് മേലോട്ടേക്ക് തള്ളുന്നേ. അയ്യോ മെല്ലെ നടന്നിട്ട് വരുന്നതായിരുന്നേ. ശരി നമുക്ക് മെല്ലെ തന്നെ പോവാം, വേറെ പ്രശ്നമില്ല. മെല്ലെ നമ്മളങ്ങനെയൊക്കെ മെല്ലെ പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇനി കുറച്ചു കൂടി ബാക്കിയുള്ളൂ. നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് തന്നെ മെല്ലെ പോവാം. അവൻ മാത്രം പോയാ ശരി പ്രശ്നമില്ല, നമുക്കും പോവാം. അവന്റെ വേറെ 2 സൈക്കിൾ ഉണ്ടല്ലോ. നമുക്കും സൈക്കിൾ എടുക്കാൻ അറിയില്ലേ? നമുക്ക് ഈ സൈക്കിൾ ഒന്ന് എടുക്കാം. എടുത്തുണ്ട് മെല്ലെ കൊണ്ടുപോകാം നമുക്ക്. ഓക്കെ മെല്ലെ ലവ്ലി തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ആ മേലോട്ടേക്ക് പോയാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ പോകാൻ കേട്ടോ. ഓക്കെ നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഓക്കെ എന്താണ് വെള്ളിനടുത്തൊരു ബട്ടൺ കാണാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഇപ്പൊ നിൽക്കണ്ട. ആവാളത്ത് ഇപ്പൊ എന്താ ബട്ടൺ ശരി അറിയില്ല. നമുക്ക് മെല്ലെ തന്നെ പോവാം. ഓക്കെ ഈ ബെല്ലിനകത്തുള്ള ബട്ടൺ എനിക്ക് എന്താണെന്നറിയാം. ഈ ബെല്ലിനകത്തുള്ള ബട്ടൺ വെക്കാലോ. ശരി നോക്കാം. പിന്നെ നോക്കാം ഒന്നുകൂടി. കുറച്ചുകൂടി പോണം. അയ്യോ നമ്മൾ ലവ്ലിനാണെങ്കിൽ തട്ടിയിട്ട് സോറി ലവ്ലി, നമ്മൾ മേലോട്ടേക്ക് പോവാം. ബൂസ്റ്റർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കയറി നമ്മൾ. ഓക്കെ പ്രശ്നമില്ല. ഓക്കെ നമ്മൾ നിർത്തിയുണ്ട്. ഈ ഒരു വണ്ടിയല്ലേ ഉള്ളൂ. 2 വണ്ടി ഉണ്ടെങ്കിലും ഞാനിപ്പോ തടി എടുത്തോണ്ട് പോയേനെ. പക്ഷെ ലവ്ലി ഇല്ലാണ്ട് എനിക്ക് വണ്ടി ഓടിക്കാനും അറിയില്ല. വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, പക്ഷെ ലവ്ലി തെറിച്ചുകൂടെ പറ്റൂല. ലവ്ലി പെട്ടെന്ന് പോയില്ല, ഞാൻ ഓടി പോവും. ഓക്കെ നമ്മൾ സൈക്കിളോട് പോയി. അവൻ തള്ളി നമ്മൾ സൈക്കിളോട് പോയി. എത്ര തവണ നീ പുറത്തോട്ട് പോയിട്ട് നമ്മള് ബ്രേക്ക് എടുത്തില്ല. ബ്രേക്ക് കിട്ടുന്നില്ല. ബ്രേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇപ്പൊ ബ്രേക്ക് കിട്ടി. മെല്ലെ പിന്നോട്ട് അടിച്ചിട്ട് നമുക്ക് നേരെ പോയി കളയാം കേട്ടോ. ഓക്കെ നമുക്ക് വെള്ളത്തിൽ പോവാം. ഓക്കെ കയറി നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. പ്രശ്നമില്ലേ. ഓക്കെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കടന്ന് കുറച്ചുകൂടി ദൂരേ ഉള്ളൂ. ശരി വാ. ഓക്കെ ഞാൻ മെല്ലെ അവൻ പറഞ്ഞു നേരെ ഒരു വണ്ടി ഉണ്ടെന്ന്, നമുക്ക് വണ്ടി വഴി പോവാം. അപ്പോൾ എന്നപ്പോൾ നമുക്ക് സൈക്കിൾ ചവിട്ടണ്ട, ആ വണ്ടി പോയാൽ മതി. ഓക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ എത്തിയുണ്ട് കേട്ടോ. ഇതാണ് ശരി എന്നപ്പോ നമുക്കിപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ആ വണ്ടി എടുത്തോണ്ട് പോകാം. ഓക്കെ വണ്ടി എടുത്ത് തന്നെയുണ്ട്. ഒരു തള്ളുവണ്ടി ഉണ്ട് കേട്ടോ, അതായത് തട്ടുപടം. ഓക്കെ നമ്മളിപ്പോ എന്തൊക്കെ ഉണ്ട്, നമുക്കത് കുറച്ചൊക്കെ തിന്നാം. ഓക്കെ തിന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഗോഡില്ലേ, ഗോസ്റ്റ് തിന്നാൻ വേണ്ടിട്ട്, അതുകൊണ്ട് നമുക്ക് തൊടാൻ പറ്റും. ഓക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിസ ബർഗറൊക്കെ ഉണ്ടായിരുന്നു. ഷിൻജാൻ കുറച്ച് തിന്നാൻ തോന്നുന്നത്. തോന്നിട്ടുണ്ടോ? ശരി നമുക്ക് മേലോട്ടേക്ക് പോയാലോ. ടൈറ്റായിട്ട് പിടിച്ചോ. നമുക്ക് നടന്നിട്ടോ സൈക്കിളോ പോയ പോലല്ലേ, സൂപ്പറായിട്ട് പോകും. ഓക്കെ എന്താണ് കീറാത്ത കീറ് മെല്ലെ കീറ്. ഓക്കെ മെല്ലെ തന്നെ കീറുന്നുണ്ട്. നമ്മൾ താഴേക്കായിട്ട് എത്ര പോലെ ചുറ്റിന്ന്, പക്ഷേ നമ്മള് കാണാൻ പറ്റൂല. ഈ പടിയോയും കാണാൻ പറ്റൂല. നമ്മളിപ്പോ ഗോസ്റ്റാണ് ഇതൊക്കെ കാണാനേ പറ്റൂല ആർക്കും. പക്ഷെ മെല്ലെ കീറാം. ഓക്കെ മെല്ലെ പോ. ഇതെന്താ അവിടെ പെട്ടാ. അയ്യോ അയ്യോ നമ്മൾക്ക് അങ്ങനെ തള്ളിയിട്ട് പോകാൻ പറ്റൂ. മുന്നിൽ മുറുക്കടാ. മുറുക്കിയാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകും. അതായത് ആക്സിഡന്റ്. മെല്ലെ പോ. അയ്യോ ബ്രേക്ക് പിടിക്കേ. ഇപ്പൊ മറന്നുപോയി ബ്രേക്ക് പിടിക്കാൻ. എന്താണ് ഇതിന് വോയിസ് ഒക്കെ മറന്നേ. പ്രശ്നമില്ല, മെല്ലെ പോ.
ഓക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ കൊണ്ടുപോവാം. ഓക്കെ അയ്യോ തള്ളാനേ പറ്റുന്നില്ല, ഇനി അത്ര ദൂരമുണ്ട്. അമ്മ ഇനി കുറച്ചുകൂടി ഉള്ളു. അതാ അവന് കോട്ട കാണുന്നുണ്ട്. അയ്യോ തിരിച്ചും പെട്ടാവശ്യം മെല്ലെ കയറി. ഓക്കെ നമ്മളൊന്നും തള്ളിട്ട് ഓർമ്മ ഇവരാണെങ്കിൽ സുഖത്തിലിരിക്കുന്ന. അയ്യോ അമ്മ നടക്കാനേ എനിക്ക് തള്ളാനേ വയ്യ. ഓക്കെ നമുക്ക് മെല്ലെ തള്ളാൻ പറ്റൂ, കാരണം നമുക്ക് അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ളൂ. എൻ്റെ മുട്ടാനൊക്കെ നിർത്ത് അമ്മേ. ഓക്കെ ഇനി ഇതിലോട്ട് പോകണോ സിജാൻ? നമുക്കിനി നടന്നിട്ടേ പോകാൻ പറ്റൂ. കൊട്ടാരത്ത് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ തന്നെ നടന്നിട്ട് പോവാം. ഓക്കെ നമുക്ക് മെല്ലെ നടത്തിട്ട് പോകാം കേട്ടോ. ഓക്കെ മെല്ലെ മെല്ലെ കാലെടുത്ത് വെക്കാൻ പറ്റും. എനിക്ക് ഒരു കാല് വെക്കുമ്പോഴേക്ക് പേടിയാവുന്നു കേട്ടോ. എനിക്ക് അയ്യോ നല്ലോണം കാല് നടങ്ങുന്നുണ്ട്. അയ്യോ എങ്ങനെയെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും പോയിക്കൂടാ. ഒറ്റ സ്ലിപ്പവർ നമ്മളെങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സിഞ്ചാനെ വന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റും. സിഞ്ചാനെ വേടാ അങ്ങനെ രക്ഷിക്കണോ പീസറോ രക്ഷിക്കണോ, എനിക്ക് വയ്യ. സിഞ്ചാനെ വേണം. എന്താണ് ഈസിയായിട്ട് പറഞ്ഞില്ല, ഞാനിപ്പോ എങ്ങനെ വരാനാ? അതും നടുവിലുള്ള. അയ്യോ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ തന്നെ പേടിയല്ലേ. എന്നെ ക്ഷമിക്ക്, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ തന്നെ നല്ല പേടിയാണോ. അയ്യോ ഞാനിപ്പോ എങ്ങനെ അങ്ങോട്ടേക്ക് പോകണം? അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ചെറിയ ജീവനും പോകും. ഞാൻ ഒരു മുടിയെടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നല്ലേ വഴിയില്ല. അയ്യോ മേടിച്ചേ പോയി അങ്ങോട്ടേക്ക് നോക്കുന്നത്. നമ്മൾ ലൗലിനെ രക്ഷിക്കുന്ന മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റൂ. ലൗലിനെ രക്ഷിക്കണം, ലൗലിനെ രക്ഷിക്കണം, ലൗലിനെ രക്ഷിക്കണം, ലൗലിനെ രക്ഷിക്കണം. കണ്ണുമുട്ടിരുന്നപ്പോ ലൗലിനെ രക്ഷിക്കണം, ലൗലിനെ രക്ഷിക്കണം, ലൗലിനെ രക്ഷിക്കണം, ലൗലിനെ രക്ഷിക്കണം, ഇതിനെ രക്ഷിക്കണം. ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഓക്കെ ലൗലി കൈ പിടിച്ച് നോക്കിയത്. താങ്ക് യു ഓക്കെ നമുക്കിപ്പോ തന്നെ അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ മെല്ലെ തന്നെ നമുക്ക് എടുക്കാം. കുറച്ച് സമയം ബാക്കിയുള്ളൂ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ നമുക്ക് മെല്ലെ തന്നെ പോകാം. ഓക്കെ മെല്ലെ നടക്ക്. മെല്ലെ നടക്കാൻ പറ്റുള്ളൂ നമുക്ക്. അധികം സമയം നടക്കില്ല. അവിടെ പെട്ടെന്ന് വേടാ. അവരാളെ കാണുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമായി നോക്കിക്കൊണ്ട്. ശരി നമുക്ക് മെല്ലെ പോകാം. മെല്ലെ പോവും. ഓക്കെ ഇതാണ് കറക്റ്റ് ടൈം. മോഡിക്കയറിലെ ഓക്കെ നമ്മളോടൊക്കെയുണ്ട്. ചിന്തനെ വാഴ പെട്ടെന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന്. എന്തായാലും ഈസിയായിട്ട് പറഞ്ഞു. ആരെങ്കിലും നിന്നെ രക്ഷിക്കാൻ പറ്റും. ഞാനിപ്പെട്ടല്ലോ പിന്നോട്ടും പോകാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ശരി ഇവിടെ തന്നെ നിൽക്കാനും പറ്റൂല. നമുക്ക് അത് മുന്നോട്ട് തന്നെ പോകാം. ലവലി ഇരിക്കുന്ന സ്ഥലത്ത്. ശരി അവനാണെങ്കിൽ വലിയ കാലം അവന് 2 സ്റ്റെപ്പിലൊന്നും അങ്ങോട്ടേക്ക് പോയി. നമ്മളൊരു ചെറിയ കാലം കൊണ്ട് എങ്ങനെ പോവാ? ഒറ്റ ജമ്പ്. ഓക്കെ ലവലി വന്ന്. ഓക്കെ നമുക്ക് നേരെ പോവാം. എന്താണ് എടുത്തുന്നത്? നമുക്ക് അടുത്ത് പോവാം. എന്താടാ ഇത്? ഓക്കെ നമുക്കിപ്പോ തന്നെ പോവാം. എടാ എന്താ വല്ല വീട് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങോട്ടേക്ക് പോകാം. അത് നോക്കിയിട്ടാണ് ഞാനും പോകുന്നത്. പോകാതിരിക്കാണ്ട് പറ്റൂല. ഞാനിപ്പോ ജമ്പ് ചെയ്യാൻ പോവാം. നീ എന്റെ പിന്നാലെ വാ. ഓക്കെ നമ്മളിപ്പോ തന്നെ ജമ്പ് ചെയ്യാം. ഓക്കെ സ്വർഗ്ഗക്കോട്ടയിൽ കുറച്ച് സമയമുള്ളൂ ബാക്കി അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഓക്കെ ഈറ്റു ജമ്പ്. ഓക്കെ ഞാൻ അങ്ങോട്ടേക്ക് ഒരു ജമ്പ് പോവാം. ഇങ്ങോട്ടേക്ക് ഒരു ജമ്പ് പോയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പ്രശ്നമല്ലോ. ഇങ്ങോട്ടേക്ക് ഒരു ജമ്പ് കൂടി. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. ഇനി ഒന്നുകൂടി ജമ്പ് ചെയ്യണം. ഓക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ജമ്പിങ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ട്. ഓക്കെ ഒറ്റ ജമ്പ് കൂടി. ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നേരെ പോകുന്നില്ല. അയ്യോ താഴോട്ടേ നോക്കുമ്പോൾ പേടിയൊന്നും അങ്ങോട്ടേക്ക് പോ. അയ്യോ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊരു ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്യാൻ എനിക്ക് പറ്റൂല. പക്ഷെ നമുക്ക് ഇതിലോട്ട് തന്നെ പോവാം. അയ്യോ ധൈര്യം കൈവിടാതെ പോണാ ഷിൻചാൻ ഓഹാരം വെച്ച് ആരെ പറയണോ? അത് മുട്ട മേലെ പ്ലെയിന് പോകുന്നു. പക്ഷെ അവർക്ക് നമ്മളീ കാണാൻ പറ്റില്ല. ഈ ചാലഞ്ചിന് കാണാൻ പറ്റില്ല. കൊട്ടാരത്തിനും കാണാൻ പറ്റൂല. കാരണം നമ്മളൊക്കെ ഭൂതങ്ങളാ, ഗോസ്റ്റ്. നമുക്ക് നേരെ പോവാം. നേരത്തി ഓക്കെ അപ്പൊ നമ്മൾ പോവാണ്. മെല്ലെ പോകാൻ പറ്റും. ഓക്കെ കമ്പി മെല്ലെ പോകാൻ പറ്റും. മെല്ലെ തന്നെ പോകാൻ പറ്റും. മെല്ലെ തന്നെ ഓരോ ബുദ്ധിയില്ല നമുക്ക്. നമ്മള് ഓക്കെ മെല്ലെ കൊട്ടാരൊക്കെ മുന്നിൽ തന്നെയുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് വരും. ഷിൻചാൻ ഫോൺ ചെയ്തിട്ട് പറയാം. നമ്മൾ പോയിട്ട് വന്നോളാം. നമ്മൾക്ക് പോവാം അങ്ങോട്ടേക്ക് സേഫായിട്ട്. ഓക്കെ ഒറ്റ ജമ്പ് കൂടി. ഓക്കെ നമ്മളെ എത്തിണ്ട്. ഷിൻചാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന്
ശരി ലവ്ലി അങ്ങോട്ടേക്ക് പോയി ലവ്ലി അങ്ങോട്ടേക്ക് പോയി നമ്മൾ പോണം എല്ലാം പോണം. ഓക്കെ അയ്യോ താഴെ നോക്കാൻ തന്നെ പേടി എനിക്ക്. താഴെ നോക്കി നമ്മൾ താഴെ വീഴും താഴെ വീഴും. ലവ്ലി കണ്ടപ്പോ നമുക്ക് പേര് പോകാം. ഓക്കെ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റണ്ട് ചിഞ്ചാനെ അവസാനം നമ്മളെത്തി. നമുക്ക് ഈ പ്രശ്നമില്ല. നമ്മളിതാ ഇവിടെ മുമ്പിൽ തന്നെയാണ് നമ്മൾ സ്വർഗക്കോട്ടയുള്ളത്. ഈ സ്വർഗക്കോട്ടയിൽ പോയിട്ട് അതാ പോർട്ടൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ഈ ഭൂതമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. വാട ചിന്താൻ നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ട് നമ്മൾ മനുഷ്യരൂപം തന്നെ തിരിച്ചെടുക്കാം. വാ 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 പെട്ടെന്ന് വന്നോ. എനിക്ക് പുതിയാവും മനുഷ്യരൂപം തിരിച്ചു പോകാൻ വേണ്ടിട്ട് ഭൂമിയിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിട്ട്. ഓക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഈ പോർട്ടലിലോട്ട് കയറാം. ഓക്കെ ശരിയുണ്ട്. ഓ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അല്ലേ ഇത്. സ്വിമ്മിംഗ് പൂൾ എത്തിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഇപ്പൊ തന്നെ നമ്മള് മനസ്സിലായി മനസ്സിലാക്കുക ഇങ്ങനെ. നമ്മൾ ലക്കി അടില്ലേ ലക്കി അടിച്ച് ചോദിച്ചോക്കാം. ലക്കി എടുത്തു ലക്കി അവന്റെ കൂട്ട് തന്നെയാണുള്ളത്. ശരിവാ നമുക്ക് ഇപ്പൊ പോവാം. ഓക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് ലക്കി. ഓക്കെ നമ്മളപ്പോ ബോസ് നിങ്ങൾ എവിടെ പോയി ഇതില് എന്തിന്റെ പുതിയ ലൈനാ ബോസ് ഞാൻ തന്നെ അതുകൊണ്ടാണ് ശരിവാ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് 100 വർഷം വരെ ജീവിക്കാൻ പറ്റും. ചില വർഷങ്ങളും അത് അവിടെ കഴിഞ്ഞാൽ ദൈവത്തിന് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉറപ്പായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ശേഷം സ്വർഗത്തോ നരകത്തോ നമുക്കറിയില്ലല്ലോ. ദൈവത്തിനെ അത് നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്ത് ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നരകത്ത് പോകും. നമ്മളിപ്പോൾ ചീത്ത ചെയ്ത അത് ദൈവം ശിവനായത് ഇല്ലെങ്കിൽ ദൈവം നശിപ്പിക്കുവരെ. പക്ഷെ നമ്മൾ ഒരു നശിപ്പിക്കരുത്. ഓക്കെ അപ്പൊ നമ്മളിപ്പോ എല്ലാ ആൾക്കാരും പുതിയ വീഡിയോ നിങ്ങൾ ശ്രദ്ധയുള്ളൂ. പോയി இந்த 8 9 10